ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ 3ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. നമ്മൾ മാത്സ് നാളെ മലയാളമാണ്. മലയാളം പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ചാനലിൻ്റെ വീഡിയോസ് ലിസ്റ്റ് എടുത്തിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. ഒന്നാമത്തെ പ്രവർത്തനം പൂക്കളം. ടീച്ചർ ആസ്ക്ഡ് 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ടു മേക്ക് എ ഡിസൈൻ ഫോർ പൂക്കളം ഇൻ കണക്ഷൻ വിത്ത് ദ ഓണം സെലിബ്രേഷൻ. ദ ഡിസൈൻ ബൈ ആമിന ഈസ് ഗിവൺ. ഇത് ആമിന ഡിസൈൻ ചെയ്തൊരു പൂക്കളമാണ്. ഇവിടെ ട്രയാങ്കിളിന് ബ്ലൂ, സർക്കിളിന് റെഡ്, ഗ്രീന്, സ്ക്വയറിന് ഗ്രീൻ എന്നിങ്ങനെ കൊടുക്കുക. മേക്ക് ദ ഡിസൈൻ ബ്യൂട്ടിഫുൾ ഗിവിങ് ദീസ് കളേഴ്സ്. അപ്പം ട്രയാങ്കിളിന് ബ്ലൂ കളർ കൊടുക്കുക, സർക്കിളിന് റെഡ് കളർ കൊടുക്കുക, സ്ക്വയറിന് ഗ്രീൻ കളർ കൊടുക്കുക. ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ഇൻ ദി പിക്ചർ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ആ ഷേപ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ എന്ന് എഴുതിയിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. സർക്കിൾ എന്ന് എഴുതിയിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. ദെൻ സ്ക്വയർ എന്ന് എഴുതിയിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് ഓരോ ചതുരപ്പെട്ടിയിലും എഴുതുക. ദെൻ ഡ്രോ എ പിക്ചർ യൂസിങ് ദി ഷേപ്സ് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഷേപ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബസ് വരയ്ക്കാം, ഒരു റോബോട്ടിനെ വരയ്ക്കാം, ഒരു വീട് വരയ്ക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മിക്ക എല്ലാ എക്സാമിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുവരുന്നതാണ്. ദെൻ സ്പോർട്സ് മീറ്റ്. Chess numbers from 100 to 244 were given to the athletes who participated in Rajamalli Government UP School Sports Meet. Write the number of total students who participated in sports meet. അപ്പോൾ 100 മുതൽ 244 വരെയാണ് ചെസ് നമ്പർ കൊടുത്തത്. അപ്പോൾ 100ഉം അതിലേക്ക് നമ്മൾ കൂട്ടണം. 100, 101. ഇപ്പം നമ്മൾ 244 100 മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനോട് 1 നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം കിട്ടുന്നത്. ഇപ്പം 244 മൈനസ് 100, അപ്പോൾ എത്രയാണ് വരുന്നത്? 144 വരും. അപ്പോൾ ഈ 144ലേക്ക് ഒരു ഒന്നും കൂടി ആഡ് ചെയ്യണം. 145 ആണ് ഇതിൻ്റെ ആൻസർ വരിക. Chess numbers from 100 to 155 were given to the LP students. How many LP students participated in the competition? ഇപ്പോൾ 155 100 മൈനസ് ചെയ്യുക, അപ്പോൾ 55 കിട്ടും. പിന്നെ ഒന്ന് ആഡ് ചെയ്യുക, 56 കുട്ടികളാണ് അതിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. In the March past, students having the chess numbers from 101 to 109 stood in the correct order in the first line. Write the chess number of the 5th students in the line. 101 മുതൽ 109 വരെയാണ് നിന്നത്. അപ്പോൾ 101, 102, 103, 104, 105 ആണ് 5ാമത്തെ സ്റ്റുഡൻറ്റ് വരിക. Rs 685 was spent to give the medals to the winners of contest and Rs 284 was spent to prepare the chess numbers. ഇപ്പോൾ ചെസ് നമ്പർ പ്രിപ്പയർ ചെയ്യാൻ 284 രൂപയും വിന്നേഴ്സിനുള്ള മെഡൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് 685 റുപ്പീസും അവർ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, സിമ്പിളാണ്. ദെൻ സ്കൂൾ ബസാർ. വിദ്യ ബോട്ട് തിങ്സ് വർത്ത് ₹850 ഫ്രം ദ സ്കൂൾ ബസാർ. സ്കൂൾ ബസാറിൽ നിന്ന് 815 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ബോട്ട് ആൻ അംബ്രല ആൻഡ് എ ബോക്സ്. നെയിം ദ തിങ് ഷീ ബോട്ട് ഫോർ ദി ബാലൻസ് മണി. ആദ്യം അവൾ വാങ്ങിയത് അംബ്രലയും ബോക്സുമാണ്. അപ്പോൾ ആ അംബ്രല ബോക്സിന് എത്രയാണ്? 85. അംബ്രലയ്ക്ക് 400. അപ്പോൾ 400ഉം 85ഉം കൂട്ടണം. അപ്പോൾ 485. ദെൻ ബാക്കി വരുന്നത് എത്രയാണ്? 815. ആ ഒരു റുപ്പീസിന് അവൾ എന്താണ് ഇതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുക എന്ന് നോക്കണം. അത് മൈനസ് ചെയ്യുന്ന സമയത്ത് 330 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് ഷൂസ് ആയിരിക്കും അവൾ വാങ്ങിയിട്ടുണ്ടാവുക. ഇതിൽ ഷൂസിനാണ് 330 വരുന്നത്. ഇഫ് വൺ ഹാസ് ടു ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ആൻഡ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഫ്രം ദി സ്കൂൾ ബസാർ, ഹൗ മച്ച് വിൽ നീഡ് ഇൻ ടോട്ടൽ? ഇഫ് വൺ ഹാസ് ടു ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ആൻഡ് ദ ചീപ്പസ്റ്റ്, ഏറ്റവും വില കൂടിയ ഐറ്റവും ഏറ്റവും വില കുറഞ്ഞ ഐറ്റവും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കെച്ച് പെന്നിന് നമ്മളിവിടെ 55 ആണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് സ്കെച്ച് പെന്നാണ്. പിന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അംബ്രല 420 ബാഗാണ്. 420യുടെ ബാഗാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതാണ് വേണ്ടത്.
How much will be needed to buy a coloring book, sketch pen and a box? Put a tick mark. അപ്പോൾ അത് കളറിംഗ് ബുക്കിൻ്റെയും സ്കെച്ച് പെന്നിൻ്റെയും ബോക്സിൻ്റെയും കൂടി വില കൂട്ടിയിട്ട് ഇതിലേതാണോ കിട്ടുന്നത് അതിന് ശരിയിട്ട് കൊടുക്കുക. ഇനി അബാക്കസ് ആണ്. അഖില ആൻഡ് ഫസൽ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 3 ആർ മേക്കിംഗ് ഡിജിറ്റ്സ് യൂസിങ് അബാക്കസ്. ദ ഡിജിറ്റ്സ് ദേ മെയ്ഡ് യൂസിങ് 23 ബീഡ്സ് ആർ ഗിവൺ ബിലോ ഇൻ ദി അബാക്കസ്. അപ്പോൾ ഇവരുണ്ടാക്കിയ അബാക്കസ് ആണ്. ഇവരുണ്ടാക്കിയ അബാക്കസിലുള്ള നമ്പർ എഴുതാനാണ് പറഞ്ഞത്. ബീഡ്സ് എണ്ണി നോക്കുക. അപ്പോൾ ഒന്നാമത്തേൽ എത്ര ബീഡ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. 3, 6, 8 ആണ്. അപ്പോൾ 800, 60, 1, 2, 3, 9. അപ്പോൾ 869 ആണ് അഖിലിൻ്റെത് വരിക. അതുപോലെ ഫസലിൻ്റെതും ഈ ബീഡ്സിലുള്ളത് എണ്ണി നോക്കിയിട്ട് എഴുതണം. If Akhila changed a bead from 1's position to the 100th position, what will be the number? അപ്പോൾ അഖിലേൻ്റെ 1 പൊസിഷനിലുള്ള ഒരു ബീഡ് എടുത്തിട്ട് 100 പൊസിഷനിലേക്ക് മാറ്റിയാൽ 1ൻ്റെ പ്ലേസിൽ 9 എന്നുള്ളത് 8 ആവും, 100ൻ്റെ പ്ലേസിൽ 8 എന്നുള്ളത് 9 ആകും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. In the second round, if Fasal rearranged a bead from the 10th position to the 100th, what will be the number? അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് റൗണ്ടിൽ ഫസൽ എന്ത് ചെയ്തു? 10 പൊസിഷനിൽ ഒന്ന് എടുത്തിട്ട് 100ൻ്റെ ഇതിലേക്ക് വെച്ചു. അപ്പോൾ 10ൽ ഒന്ന് കുറയും, 100ൽ ഒന്ന് കൂടും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അടുത്തത് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ആണ്. ദ ടേബിൾ ഗിവൺ ബിലോ ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് പ്ലെയേഴ്സ് ഹു വോൺ മാക്സിമം റൺസ് ഇൻ ദി 2020 വേൾഡ് കപ്പ് മാച്ച്. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതാനാണ്. നെയിം ദ പ്ലെയർ ഹു വോൺ മാക്സിമം റൺസ്, ഹൗ മെനി റൺസ്. ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയ പ്ലെയർ ഏതാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയത് 281 ആണ്. റഹ്മാനുള്ള ഗർബാസ് എന്നുള്ള ആ ഒരു പേരാണ് വരിക. റിട്ടേൺ ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ പ്ലെയർ രോഹിത് ശർമ്മ ഓൺ ദി ബേസിസ് ഓഫ് റൺസ് സ്കോർഡ്. ഇതിൻ്റെ ഇതിൽ രോഹിത് ശർമ്മയുടെ സ്കോർ എത്രാമത്തെ സ്ഥാനത്താണ് വരുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ സെക്കൻഡ് പ്രൈസിലാണ് വരിക. സെക്കൻഡ്, ഫസ്റ്റ് റഹ്മാനുള്ള ഗർബാസ് ആ ഒരു പേര് വരും, സെക്കൻഡാണ് രോഹിത് ശർമ്മ വരുന്നത്. ഹൗ മെനി റൺസ് ഡിഡ് ബോത്ത് ദ അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് സ്കോർ. അഫ്ഗാനിസ്ഥാനിലെ പ്ലെയേഴ്സ് 2 പേരും കൂടി, ഇബ്രാഹിം സദ്രനും റഹ്മാനുള്ള ഗർബാസും കൂടി, ആ രണ്ടും കൂടി കൂട്ടി 281ഉം 231ഉം കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലെയേഴ്സ് ഹു ആർ ഇൻ ഫസ്റ്റ് 3 പൊസിഷൻസ് ബേസ്ഡ് ഓൺ ദെയർ റൺസ്. ഫസ്റ്റ് 3 പൊസിഷനിൽ, ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ളത് റഹ്മാനുള്ള ഗർബാസ്, സെക്കൻഡ് പൊസിഷനിൽ രോഹിത് ശർമ്മ, തേർഡ് പൊസിഷനിൽ TM ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 പേരുടെയും പേരുകൾ ഇവിടെ ഓർഡറിൽ എഴുതുക. അടുത്തത് നോക്കൂ. ഡ്രോ ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഇൻ അബാക്കസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ 23 ബീഡ്സ്. 23 ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 3 അക്ക സംഖ്യ. 23 ബീഡ്സ് ആണ് നമ്മളെ കൈമേലുള്ളത്. അപ്പോൾ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 9 എണ്ണം 100ൽ കൊടുക്കണം. അപ്പോൾ 9 എണ്ണം 100ലും 9 എണ്ണം 10ലും കൊടുത്താൽ തന്നെ 18, 9, 9, 18 ബീഡ്സായി. 19, 20, 21, 22, 23. പിന്നെ 5 ബീഡ്സ് വൺസിൻ്റെ ഇതിലും കൊടുക്കുക. അപ്പോൾ മാക്സിമം 100ലും 10ലും കൊടുത്താലാണ് നമുക്ക് വലിയ സംഖ്യ മേക്ക് ചെയ്യാൻ പറ്റുക. ദർ ആർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിറയുന്ന കണക്കുപെട്ടി. ദർ ആർ 1000 ഇർക്കിൾ സ്റ്റിക്സ് ഇൻ രാഹുൽസ് മാത്തമെറ്റിക്കൽ ബോക്സ്. രാഹുലിൻ്റെ മാത്തമെറ്റിക്കൽ ബോക്സിൽ ഇർക്കിൾസ് ഉണ്ട്, 1000 ഇർക്കിൾസ് ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി ബോക്സ് ഇൻ ബണ്ടിൽസ് ഓഫ് 100, ഓരോന്നിലും 100 ആക്കി കെട്ടാക്കി വെച്ചതാണ്. ദർ വർ ഓൺലി 856 ലെഫ്റ്റ് ഇൻ ദി ബോക്സ് വെൻ സജു ആൻഡ് ബിജു അറേഞ്ച്ഡ് ദം ആഫ്റ്റർ എ മാത്തമെറ്റിക്കൽ ഗെയിം. ഹൗ മെനി മോർ ആർ നീഡഡ് ടു മേക്ക് ഇറ്റ് 1000. അപ്പോൾ 1000ന്ന് 850 മൈനസ് ചെയ്തിട്ട് അവിടെ എഴുതണം. ദെൻ ഹൗ മെനി ബണ്ടിൽസ് വിൽ ബി ദർ ഇഫ് 850 സ്റ്റിക്സ് ആർ അറേഞ്ച്ഡ് ആസ് ബണ്ടിൽസ് ഓഫ് 10. അപ്പം ഇതിന് 85 ബണ്ടിൽസ് അവിടെ ഉണ്ടാവും. ഈ 850നെ 10 എണ്ണം വീതമുള്ള ബണ്ടിൽസ് ആക്കിയാൽ അവിടെ 85 ബണ്ടിലാണ് ഉണ്ടാവുക. ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യുക. 150, 300, 450. അപ്പോൾ 150 കൂടി വരികയാണ്. അടുത്തത് 600 വരിക, പിന്നെ 750 വരും. പിന്നെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്, സിമ്പിളാണ്. ഇത് 4th ഒരുപാട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് പഠിക്കുക. 908 10s 7 ones, പിന്നെ 987 ones, ഇതിൽ 98 10s 7 ones. അങ്ങനെയാണ് നമ്മളിത് എഴുതുക. അപ്പോൾ ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണുക. ഓക്കെ, താങ്ക് യു.